suit on. Underwater suit on. അപ്പൂപ്പ 3 down. ഇനി 4 എണ്ണം കൂടിയുണ്ട്. No! 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 ഏയ്, നീ എന്നെ അവിടെയാണോ തേടുന്നത്? ഞാൻ ഇവിടെ നിനക്കാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. Come on, attack me. അപ്പൂപ്പ 5 down. ഇനിയും 2 പേർ ബാക്കിയുണ്ട്. No! ആ വീരന്റെ പ്ലാനുകൾ വീണ്ടും വീണ്ടും തകർക്കുകയാണ്. Drill suit on. Drill suit on. അപ്പൂപ്പ 6 പേര് ഡൗൺ ആയി. ഇനി ഒരാൾ കൂടി ബാക്കിയുണ്ട്. ഓ, ഈ എമ്മിന്റെ ലോഗോ കണ്ടിട്ടാണ് മാഡ് മാക്സ് ഇവനെ തിരിച്ചറിയുന്നത്. ഞാൻ ഇത് തട്ടിക്കളഞ്ഞ് മാഡ് മാക്സിനെ കൺഫ്യൂസ് ചെയ്യാൻ പോവാ. വീർ, തോറ്റ് പിൻവാങ്ങ്. ഇല്ലെങ്കിൽ ഞാൻ നിന്റെ ഫ്രണ്ടിനെ ഇവിടെ വെച്ച് തന്നെ കൊന്നുകളയും. ഇനി നീ എന്ത് ചെയ്യും വീർ? നിന്റെ എയിമില് ഞാൻ നീ ഒരിക്കലും തോറ്റ് പിന്മാറില്ലല്ലേ? ഇന്നാ പിടിച്ചോ, പാറ്റുമെങ്കിൽ അടിക്ക്, ഷൂട്ട് ചെയ്ത് കാണിക്ക്. ഇവിടെ അടിക്ക്. ശരി, ഓക്കെ, നിന്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ. ഇത് ചീറ്റിംഗ് ആണ് ബോസ്. നീ ഇട്ടിരിക്കുന്ന സൂട്ടില്ലേ, അതെന്താടാ നീ ഉപയോഗിക്കാത്തതാ? സോറി ബോസ്, ഞാനതങ്ങ് മറന്നുപോയി. ഇപ്പൊ ഉപയോഗിക്കാം. അങ്ങോട്ട് നോക്ക്, വണ്ടി വന്നോണ്ടിരിക്ക. അവനാകെ പേടിച്ച് വരണ്ടിരിക്ക. അവനൊരിക്കലും അന്യായത്തോട് പോരാടില്ല. അത് നീ പറഞ്ഞത് ശരിയാണല്ലോ. വരൂ, നമുക്ക് അവനെ സഹായിക്കാം. അവൻ ഇനി ആരെയും കണ്ട് പേടിക്കാതെ ഫൈറ്റ് ചെയ്യാൻ പഠിക്കണം. ഞാൻ സൈലന്റ് ആയിട്ട് അവനെ ഹെൽപ്പ് ചെയ്ത അവന്റെ ധൈര്യം കൂടും. അവൻ ധൈര്യശാലിയാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവൻ എപ്പോഴും നന്മയ്ക്ക് കൂട്ടുകാരനാവും. അന്യായത്തിനെതിരെ പോരാടുകയും ചെയ്യും. ബണ്ടി, നീ എന്താ ഇത്ര പേടിച്ച് വരണ്ടിരിക്കുന്നേ? നന്മയുടെ കൂട്ടുകാരനാകുന്നതും തിന്മയ്ക്ക് എതിരായിട്ട് മാറുന്നതും ഭയങ്കര പ്രയാസമുള്ള കാര്യ. ഈ റോബോബോയുടെ സ്യൂട്ടും എനിക്ക് ഊരി മാറ്റാൻ പറ്റുന്നില്ല. അവൻ ഞാനാണ് റോബോബോയ് എന്ന് വിചാരിച്ചിട്ട് എന്നെ എടുത്തിട്ട് തട്ടിക്കൊളിച്ചോണ്ടിരിക്കുകയാണ്. വിഷമിക്കണ്ട ബണ്ടി, നീ തീർച്ചയായും ജയിക്കും. എനിക്ക് വിശ്വാസം ഉണ്ടെന്നേ. ചെല്ല്, അവനൊന്ന് അറ്റാക്ക് ചെയ്യ്. ഈ പ്രാവശ്യം നീ രക്ഷപ്പെടില്ല റോബോ ബോയ്. ഞാൻ അവനെ തട്ടിത്തെറിപ്പിച്ചു. ഞാൻ നിന്നോട് പറഞ്ഞതില്ലേ, ഇനി അവനെ കംപ്ലീറ്റ് ആയിട്ട് തോപ്പിക്ക്. ഞാൻ എങ്ങോട്ടും പോകാതെ വണ്ടിയുടെ പുറകെ തന്നെ ഉണ്ടാകണം. മാഗ്നറ്റിക് പുൾ ഓൺ. മാഗ്നറ്റിക് പുൾ ഓൺ. ഇപ്പോൾ വണ്ടിയുടെ റോബോബോയ് ഡ്രസ് എന്റെ ഡ്രസ്സിൽ ഒട്ടിയിരിക്കുകയാണ്. ആരിപ്പോ സംസാരിച്ചത്? മാഗ്നറ്റിക് പുൾ ഓൺ. ഇപ്പൊ നോക്കിക്കോ, ലൈറ്റ്നിങ് സൂട്ടിന്റെ പവർ നിങ്ങൾ കണ്ടോ?
ബോസ്, അവൻ എന്നെക്കാളും ഭയങ്കര പവർഫുൾ ആണ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ബോസ്. അനങ്ങിപ്പോരുത്. അടങ്ങിയിരുന്നാൽ നിനക്കൊരു കുഴപ്പമുണ്ടാവില്ല. എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കിയ പിന്നെ നീ എന്റെ വയറ്റിലായിരിക്കും ഇരിക്കുന്നത്. ഹീറോ, ഞങ്ങളെ രക്ഷിക്ക്. മനുഷ്യൻ ഇവിടെയുള്ള കാട് മൊത്തം വെട്ടി നശിപ്പിക്കുകയാണ്. നമ്മൾ ഇനി എവിടേക്ക് പോകും? നമുക്കൊരു വീട് എവിടെയാണ് ഉണ്ടാവുക? ചേടാ, വന്നപ്പോ തന്നെ കംപ്ലൈന്റ് തുടങ്ങിയോ നീ? ഒരുപാട് ദൂരത്തുനിന്ന് വന്നതല്ലേ, വിശന്നിരിക്കായിരിക്കും. ചെന്ന് കുറച്ച് ചാട്ട് കഴിക്ക്. മറ്റേതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. ഇവന്മാരിതെന്താ ചെയ്യുന്നേ? നാടകത്തിന് ചാട്ടൊന്നുമില്ലല്ലോ. നിങ്ങൾ ആരും ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഞാൻ ചെന്ന് മനുഷ്യരോട് സംസാരിച്ചു നോക്കട്ടെ. എനിക്ക് വിശ്വാസമുണ്ട്, ഞാൻ പറയുന്നത് അവർ സമ്മതിക്കും. അവർ ഒരിക്കലും കാട് വെട്ടി നശിപ്പിക്കില്ല. Let's celebrate! ഈ സന്തോഷ വാർത്ത കേട്ടോണ്ട് നമുക്കൊരു പ്ലേറ്റ് ചാട്ട് കഴിക്കാം. മൃഗങ്ങളല്ല ചാട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ചാറ്റ് കഴിക്കുന്ന നാടകം താൻ എന്തിനാ ഉണ്ടാക്കിയത്? ആനിമൽസ് ആരെങ്കിലും ചാറ്റ് കഴിക്കുള്ളൂ. എല്ലാരും നമ്മളെ കളിയാക്കി ചിരിക്കുക. സർ, ഞാൻ പറയുന്നത് വിശ്വസിക്കും സർ. പ്ലേയില് ചാട്ടിന്റെ ഒരു സീനും ആഡ് ചെയ്തിട്ടില്ല. കൂട്ടുകാരെ, ആഹാരവും സ്നാക്സ് ഒക്കെ കഴിച്ചത് മതിയാക്ക്. ഇനി നമ്മൾ ഒറിജിനൽ പ്രോഗ്രാമിനെ കുറിച്ച് സംസാരിച്ചാലോ? നിങ്ങൾ ആരും വിഷമിക്കണ്ട. ഞാൻ ചെന്ന മനുഷ്യരോട് സംസാരിച്ചു നോക്കട്ടെ. അവരിപ്പോ വന്നുകൊണ്ടിരിക്കുവായിരിക്കും. നിങ്ങൾ പോയി മറിഞ്ഞിരുന്ന് നോക്ക്. ഞാൻ സിഗ്നൽ തരുമ്പോൾ നിങ്ങൾ എല്ലാരും പുറത്തു വന്നാ മതി. കൊള്ളാം കൊള്ളാം, താങ്ക് യു ഹീറോ. ഈ ക്യാപ്പിൽ നമുക്കെല്ലാവർക്കും ഓരോ പ്ലേറ്റ് ചാട്ട് വെച്ചേക്കാം. പതുങ്ങിയിരിക്കുമ്പോ കഴിച്ചോണ്ടിരിക്കാം. എടാ തടിയം ഗൊറില്ല, മതിയാക്ക് നിന്റെ തമാശയും ചാട്ടും. എടാ ഹീറോ, എന്തിനാ ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? ഞാൻ നിങ്ങളോട് ഒരു റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാ. ദയവ് ചെയ്ത് ഈ കാട് വെട്ടി നശിപ്പിക്കരുത്. മൃഗങ്ങളും അവരുടെ കുടുംബവും എങ്ങോട്ട് പോകും? നിങ്ങൾ തന്നെ പറയേ. അവരെങ്ങോട്ട് പോയാലും നമുക്കെന്താ? നമുക്കതൊരു പ്രശ്നമല്ല. എടാ ധിക്കാരം പിടിച്ച മനുഷ്യ, നിന്റെ ഈ ആക്രമണം ഒന്ന് നിർത്ത്. ഈ കാട് വെട്ടി നശിപ്പിക്കരുത്. ഈ മരങ്ങൾക്കുമുണ്ട് ജീവൻ. ആ കലക്കി കലക്കി, മനസ്സിന് തൃപ്തിയായി. എന്നാ പിടിച്ചോ, ഈ സമയത്ത് ചാട്ട് കഴിക്കേ. ഇനിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇപ്പൊ കാടിന്റെ രാജാവ് സിംഹം എന്ന് നിങ്ങളോട് സംസാരിക്കും. ഹലോ. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അതേ മിലി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആ പിഗ്ഗി ബാങ്ക് ഭയങ്കര തന്ത്രക്കാരനാണ്. വീർ, ഇന്നാ കയറ്. അവനെ പിടിച്ച് കെട്ടിവെക്ക്. ഞാൻ പോയി ചിണ്ടുനെ വിളിച്ചോണ്ട് വരാം. ആരെങ്കിലും രക്ഷിക്കണേ. എന്ത് കളിയാ ഇതൊക്കെ? എല്ലാ ജ്വല്ലറികളും മറന്നു പോകുന്നു. ബാങ്ക് എല്ലാം ഒഴുകി. വീർ, നമ്മൾ അവന്റെ വീക്ക്നെസ് കണ്ടുപിടിച്ചിട്ട് അത് വെച്ച് വേണം അവനെ ട്രാപ്പ് ചെയ്യാൻ. അവനെ മാജിക് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നിനക്ക് അവനെ ക്ലോസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ അവനെ ക്ലോസ് ചെയ്യാൻ വിചാരിക്കുന്നില്ല. കാരണം അവന്റെ വയറ്റിന്റെ അകത്ത് ഒരുപാട് പേരുടെ കാശും ആഭരണവും ഉണ്ട്. പക്ഷെ അവന്റെ വീക്ക്നെസ് എന്താന്ന് മനസ്സിലാകുന്നില്ല. പിഗിന്റെ വീക്ക്നെസ് ചെളിയാണ്. അവനെ ഏതെങ്കിലും ചെളിയുള്ള ഭാഗത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവൻ അവിടെ കിടന്ന് തുള്ളിച്ചാടി കളിക്കാൻ തുടങ്ങും. അപ്പൊ നമുക്ക് അവനെ ട്രാപ്പ് ചെയ്ത് കെട്ടിക്കൊണ്ടുവരാം. വെരി ഗുഡ് ഐഡിയ എമിലി. ഞാൻ ഇതേ റോഡിന്റെ എൻഡില് ചെളി റെഡിയാക്കി വെക്കാം. നീ പതുക്കെ അവരെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നേക്ക്. പക്ഷെ നീ അവനെ എങ്ങനെ കൊണ്ടുവരും?
ഇമിലി സൂക്ഷിക്കണം. എടാ പിഗ്ഗി ബാങ്ക് നിക്ക്. നിനക്ക് ഒരുപാട് വിശക്കുന്നുണ്ടല്ലേ? ദാ പിടിച്ചോ. വീർ, വേഗം ചെയ്യ്. അവൻ എന്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഇതിലും കൂടുതൽ സ്പീഡായിട്ട് എനിക്ക് സൈക്കിൾ ഓടിക്കാൻ പറ്റില്ല. ഇമിലി, കുറച്ച് സമയത്തിനുള്ളിൽ ചെളിയെല്ലാം റെഡിയാകും. ഒന്ന് വേഗം റെഡിയാക്ക്. അവൻ എന്റെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. ഇതിൽ കൂടുതൽ വേഗത്തിലേക്ക് സൈക്കിൾ ഓടിക്കാൻ പറ്റില്ല. നീ ഇങ്ങോട്ട് വന്നേക്കും ഇമിലി, ചെളിയെല്ലാം റെഡിയായി കഴിഞ്ഞു. വീർ